ഹായ് ഹലോ, മിഷനി ഹിയർ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് ഞാൻ ആദ്യം പറയാം. ഇതൊരു റീയൂണിയൻ വീഡിയോ ആണ്. ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ട് ഒരു 55 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ആ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിയുടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കോണ്ടാക്ട്, മെസ്സേജ് ആകാം, കോൾ ആകാം, നേരിട്ടാകാം, അത്തരത്തിലുള്ളൊരു കോണ്ടാക്ട് അവർ തിരിച്ചു വരാനുള്ള ഒരു സാധ്യതയുണ്ട് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എന്നാണ് പറയുന്നത്. ഇതിന് ഒരിക്കലും 100% ഞാൻ ഉറപ്പ് പറയുന്നില്ല. കാരണം ഇത് ജനറൽ റീഡിംഗ് ആണ്. ജനറൽ ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണ് കാണുന്നത് ആ സമയത്ത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് ഓക്കെ ആവുമെന്ന് നോക്കാവുന്നതാണ്. ആരും ഇത് ബുദ്ധിമുട്ടി കാണണ്ട. കാരണം ഈ ഒട്ടും ക്ഷമയില്ലാതെ ആരും എൻ്റെ വീഡിയോസ് കാണരുത്. എൻ്റെ വീഡിയോസ് ഇങ്ങനെയാണ്. ഞാൻ എനിക്ക് പറയാനുള്ളത് പറയും, കുറേ കാര്യങ്ങൾ ട്രോൾ ഉണ്ടാവും, അങ്ങനെ എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ക്ഷമയുള്ളവരാണെങ്കിൽ മാത്രം കാണുക. താല്പര്യമില്ലാത്തവരാണെങ്കിൽ വീഡിയോ കാണണ്ട. ഇതൊരിക്കലും നിങ്ങൾക്ക് ഗോദ്രേജിൻ്റെയോ മറ്റ് കമ്പനികളുടെയോ വാറണ്ടി തരുന്ന പോലെ ഞാൻ വാറണ്ടി ISO മുദ്രയോ 916 ഇതൊന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല. നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആ വ്യക്തി തിരിച്ചു വരുന്നു. അങ്ങനെ എൻ്റെ വീഡിയോയ്ക്ക് അത്രയധികം പവർ ഉണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് പിന്നെ ഇത് ധൈര്യമായിട്ട് വിൽക്കാലോ. അപ്പൊ അതിനുള്ളൊരു സാധ്യതകളും ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ എനർജിയും ഞാൻ ഇതിൽ എനർജിയായിട്ട് നിങ്ങൾക്ക് അത് ഓക്കെ ആവുന്നെങ്കിൽ നിങ്ങളിലേക്ക് ലഭിക്കേണ്ടുന്ന ഒരു വസ്തുവാണെങ്കിൽ ആ വസ്തു ലഭിക്കുന്നു. അപ്പൊ നിങ്ങൾ നല്ല രീതിയിലൊരു വിശ്വാസത്തോടു കൂടി, അല്ലാതെ എൻ്റെ റേറ്റിംഗ് കൂട്ടാനോ എൻ്റെ വ്യൂസ് കൂട്ടാനൊന്നല്ല, താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു. ഇപ്പൊ കുറച്ച് തെറികൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഞാനെന്താ കുണയ്ക്കാതെ വേഗം ഉണ്ടാക്കുക എന്ന് പറഞ്ഞ് എൻ്റെ അമ്മയ്ക്ക് വിളിച്ചിട്ടുള്ളൊരു തെറി വന്നിട്ടുണ്ട്. ഞാനത് റിപ്പോർട്ട് അടിച്ചിട്ടുണ്ട്. പിന്നെ ഇതേപോലെ തന്നെ ഒരു ജുവൽ ചേച്ചിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജുവൽ ചേച്ചി എന്നോട് പറഞ്ഞത് അത്യധികം എന്താ പറയുക മ്ലേച്ഛകരമായിട്ടുള്ള വർത്തമാനങ്ങളാണ് അവരെന്നോട് പറഞ്ഞത്. എൻ്റെ സാധനം കയറ്റി തരൂ, ഇത്തരത്തിലൊക്കെയാണ് ആ സ്ത്രീ സംസാരിക്കുന്നത്. ഇത് ഈ മീഡിയത്തിൽ പറയാൻ പറ്റുന്നില്ല. മിഷാനി അത്ര അല്ല, മിഷാനി അത്രയും കൂറ കേസ് പിടിക്കാറില്ല. കാരണം മിഷാനിക്ക് മുട്ടി നിൽക്കുന്നില്ല. പിന്നെ എൻ്റെ കെട്ടിയവൾക്ക് കൊണ്ടുപോയി എന്തോ ചെയ്തു കൊടുക്കുന്നൊക്കെ അവർ പറഞ്ഞു. ജുവൽ എന്ന് പറയുന്ന ഒരാൾ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു മിഷാനി മാരീഡ് അല്ല, മിഷാനി സ്റ്റിൽ സിംഗിൾ, ഓക്കെ, ബാച്ചലറാണ്. അപ്പോൾ മിഷാനിക്ക് അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ജുവൽ പോലത്തെ ഒരു ഇത് പേര് മാത്രമായിരിക്കും ജുവലുള്ളൂ. എനിക്ക് താല്പര്യമില്ല അതേപോലത്തെ ഒരു ഇതിനെ. അപ്പോൾ ഞാൻ അന്ന് അവരോട് ഞാൻ ഒരു വാക്ക് കൊടുത്തിരുന്നു. ആ വാക്ക് ഞാൻ ഇതിൽ കൂടെ പാലിക്കുകയാണ്. അപ്പോൾ എൻ്റെ സാമാനം കയറ്റി താരോ അങ്ങനെ എന്തോ ആണ് അവർ പറഞ്ഞത്. അപ്പോൾ ഞാൻ പറയുന്നു, പ്രേക്ഷകരോട് പറയുന്നു, താല്പര്യമുള്ളവരാണെങ്കിൽ ജുവൽ ചേച്ചി ഇങ്ങനെയൊക്കെയാണ് പരിപാടീസ്. അപ്പോൾ ജുവൽ ചേച്ചി അസലൊരു ദീപാവലിയാണ്. അപ്പോൾ താല്പര്യമുള്ളവരാണെങ്കിൽ വേണമെങ്കിൽ ജുവൽ ചേച്ചി നമ്മുടെ പ്രീവിയസ് വീഡിയോസിൻ്റെ താഴേക്ക് ഒരുപാട് തെറിയും മോളിക്കൂടെ പോകുന്ന വാണം ഏണി വെച്ച് പിടിക്കുന്ന ടൈപ്പിലുള്ള ജുവൽ ചേച്ചിനെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ മെയിൽ IDയിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അവർ വളരെയധികം വല്ലാതെ മുട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ ആണുങ്ങൾ ചേട്ടന്മാരുണ്ടെങ്കിലും ചേച്ചിമാരുണ്ടെങ്കിലും ആർക്ക് വേണമെങ്കിലും അവരെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അവരങ്ങനെ നടക്കുന്ന ഒരു എന്താ പറയുക പരപ്പടക്കാണ് എന്ന് തോന്നുന്നു എനിക്ക്. പടക്കം എന്ന് പറയാലോ അല്ലേ, അത് കുഴപ്പമൊന്നും പടക്കമല്ലേ, ദീപാവലി. അപ്പം അതായിരിക്കും. അപ്പോൾ അവർക്ക് അങ്ങനെ ഒരുപാട് അസ്കിതകളൊക്കെ ഉണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഇത്തരത്തിൽ അസ്കിതയുള്ള ഒരാളായിട്ട് കമ്പനി കൂട്ടണമെന്നുണ്ടെങ്കിൽ ആ മെയിൽ IDയിൽ ഒന്ന് ചെയ്താൽ മതി. ഞാനിത് ജുവൽ ചേച്ചിക്ക് കൊടുത്ത വാക്കാണ്. എൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറയുമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ ജുവൽ ചേച്ചി എങ്ങനെയാണെന്ന് അറിയില്ല. ഇനി അവിടെ പോയി കഴിഞ്ഞിട്ട് ജുവൽ ചേച്ചി നിങ്ങൾ എന്തെങ്കിലും ചെയ്താൽ അതിന് മിഷാനി ഡയറക്റ്റ് ഉത്തരവാദിയല്ല. ഓക്കെ, ജുവൽ ചേച്ചി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അല്ല, ജുവൽ ചേച്ചി നിങ്ങളെ ആക്രമിച്ച് കൊല്ലി അങ്ങനെ എന്തെങ്കിലും ചെയ്യുമോ എന്നറിയില്ല. ജുവൽ ചേച്ചിക്ക് അങ്ങനെയാണ് പ്രശ്നം തോന്നുന്നു, എനിക്കറിയില്ല. കാരണം ജുവൽ ചേച്ചി ഇതിനു മുമ്പ് ഒരു വലിയ പാത്രത്തിൽ ചൂടുവെള്ളം നിറച്ച് അതിലേക്ക് ഇരുന്നതിന് ശേഷം അവരുടെ അസുഖം എന്താ പറയുക ഭേദമാകാത്തൊരവസ്ഥയിലാണുള്ളത്. നല്ല ചൊറിച്ചിലാണ്. അബ്ബാസിൻ്റെ ഹാർപ്പിക്ക് അടിച്ചു നോക്കി, എന്നിട്ടും ജുവൽ ചേച്ചിക്കും ഒരു കുറവും സംഭവിച്ചില്ല. സുഹൃത്തുക്കളെ, സംഭവിച്ചില്ല. അവരുടെ നാവിനാണ് എന്തോ പ്രശ്നം എന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞിരുന്നു, പിന്നെ അങ്ങനെയാണെങ്കിൽ അത്രയധികം ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സും വരില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ രാത്രി എറണാകുളത്തൊക്കെ ഞാനങ്ങനെ കണ്ടിട്ടുണ്ട്. പുറത്തിറങ്ങി നിൽക്കുക ഒരു പാതിരാത്രിക്ക് ആവുന്ന സമയത്ത് കുറച്ചൊക്കെ കുറവ് വരാം. ഈ ഉറപ്പൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. നമ്മുടെ വീഡിയോ പോലെ തന്നെ 100%. കുറേ പേര് കാലാവസ്ഥ പ്രവചനം എന്ന് പറയില്ലേ, കുറേ പേര് കാലാവസ്ഥ പ്രവചനം എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കറിയില്ല ഇത് പൊട്ടന്മാരാണോ അത് എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. കാരണം ഞാൻ പറയുന്നത് നിങ്ങൾ വേണമെങ്കിൽ വീഡിയോ കണ്ടാൽ മതി. ഇത് നിങ്ങളുടെ വീഡിയോ അല്ല. നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുമ്പോൾ മാത്രമേ നിങ്ങളുടെ വ്യക്തമായ എനർജി അറിയാൻ സാധിക്കൂ. ഇതൊക്കെ പറഞ്ഞിട്ട് അവരത് കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ മണ്ടന്മാരാണ്. കാലാവസ്ഥ എന്ന് പറയുകയാണെങ്കിൽ ഈ കാണുന്നവൻ്റെ വീട്ടിൽ വന്നിട്ട് അവൻ്റെ നാടും മൂലവും പൂരാടവും ഇതെല്ലാം നോക്കി കഴിഞ്ഞിട്ട് നക്ഷത്രങ്ങളാണ് പറഞ്ഞത്. ഇതൊക്കെ നോക്കി കഴിഞ്ഞിട്ട് എനിക്ക് അവന് വീഡിയോ എടുത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ തുടങ്ങിയ മിഷാനി എന്ന് പറഞ്ഞൊരു ചാനലിൽ ഞാൻ ഡെയിലി എൻ്റെ ഒരു ആക്ടിവിറ്റി പോലെ ഓരോരോ ടോപ്പിക്കിൽ ഞാൻ ഓരോ വീഡിയോസ് ഇടുന്നു. റീയൂണിയൻ വീഡിയോസ് ആകാം. അത് കണ്ടിട്ട് ഒരുപാട് പേർക്ക് അത് വർക്കായിട്ടുണ്ട്. എന്ന് വെച്ച് ഞാൻ വലിയ ആളായതുകൊണ്ടല്ല, അത് അവർക്ക് വർക്കാവുന്നു. അവരുടെ ടൈം ഓക്കെയാണ്. ഇതെല്ലാവർക്കും ആവും എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതേപോലെയാണ്. താല്പര്യമുള്ളവർ മാത്രം കാണാം. പിന്നെ താഴെ കമൻ്റൊക്കെ അടിക്കുമ്പോൾ സൂക്ഷിച്ചടിക്കുക. അത് വളരെയധികം നല്ലതായിരിക്കും. കാരണം ഞാനിപ്പോൾ കമൻറ്റിൻ്റെ ഇതിലും അത് ഞാൻ അത്ര സ്ട്രിക്റ്റ് ആയിട്ട് കമൻസ് വെച്ചിരുന്നില്ല. ഇപ്പം ഞാൻ അത്ര ഒരു ഇതിലോട്ട് വെക്കുന്നുണ്ട്.
പിന്നെ ആരാണെങ്കിലും ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി തിരിച്ചു വരാത്തതിന് മിഷാനി ഡയറക്റ്റിന് തെറി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നിങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ടായിരിക്കാം അത് വരാത്തത്. അത് അത് നിങ്ങളാണ് മനസ്സിലാക്കുന്നത്. മറ്റുള്ള എല്ലാവർക്കും സംഭവിക്കുന്നുണ്ട്. ഒരു 5000 പേര് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതിൽ ജുവൽ ചേച്ചി അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലത്തെ തരിപ്പ് എന്ന് പറഞ്ഞൊരു രീതിയിൽ നിന്നാണ് എനിക്ക് കമന്റ് വന്നത് എൻ്റെ അമ്മേനെ വിളിച്ചിട്ടുള്ളത്. അത് എനിക്ക് തോന്നുന്നു അവരുടെ അവൻ തന്നെയായിരിക്കും ആ ഇഷ്യൂ എന്ന് തോന്നുന്നു. പിന്നെ അവനിപ്പോൾ എന്നെ വിളിച്ച് എൻ്റെ അമ്മേരെ ഇത് വിളിച്ചത് അവൻ അവൻ്റെ അമ്മയോട് ചോദിച്ചു കഴിഞ്ഞ് വേണമെങ്കിൽ ഇപ്പോൾ അവൻ്റെ ഡി പിയിൽ ഇട്ടിരിക്കുന്ന പോലെ തന്നെ തരിപ്പ് എന്നൊരു പേര് വേണമെങ്കിൽ മാറ്റാവുന്നതാണ്. അത് അവന് ട്രൈ ചെയ്യാം. അവിടെ ട്രൈ ചെയ്തിട്ട് മറ്റുള്ള ചാനലുകളിലേക്ക് വരിക എന്നാണ് എനിക്ക് പറയാനുള്ളത്. തരിപ്പ് ക്രിയേഷൻസ് അതിൽ തന്നെ ഉണ്ട് അവൻ്റെ ഒരു പേരും അവൻ്റെ ഒരു സ്വഭാവവും. ഇവനെ സൃഷ്ടിച്ച മാതാവിനും പിതാവിനും എത്രമാത്രം അപമാനമായിരിക്കുമല്ലോ ഈ തരിപ്പ്. എനിക്കറിയില്ല തരിപ്പനോ തരിപ്പിയോ എന്നറിയില്ല. എന്തായാലും നല്ല വൃത്തികെട്ട സ്വഭാവമായിരുന്നു അവൻ്റെ. എന്തായാലും ഞാൻ അത് ആ മെസ്സേജ് മറ്റാർക്കും കാണാൻ പറ്റില്ല. ഞാൻ ഓൾറെഡി അത് റിപ്പോർട്ട് അടിച്ച് കളഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ ആ തരിപ്പുള്ളവന് മാത്രം അവൻ്റെ സ്ക്രീനിൽ കാണാം, അവനത് സൂചിച്ചിരിക്കാം. ഇതിനാരും കമൻ്റ് അടിക്കുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് ദുഃഖിച്ചിരിക്കാം. അതൊരാളും കാണാൻ പോകുന്നില്ല. ഓൾറെഡി അത് റിപ്പോർട്ടാണ്. ജുവൽ ചേച്ചിനും റിപ്പോർട്ട് അടിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ക്ഷമയുള്ളവർ മാത്രം കാണാമെന്നും പറഞ്ഞു. മിഷാനി ഞാൻ ആരുടെ വീട്ടിലും കൊണ്ട് നിർബന്ധിച്ച് കാണിക്കുന്നില്ല, വീണ്ടും പറയുന്നു. പിന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഇത് ആദ്യം മിഷാനി ഡയറക്റ്റ് ചെയ്യുന്ന സമയത്ത് കമൻറ്റുകൾ മൈൻഡ് ചെയ്യേണ്ട എന്ന് പറയാം. കമൻറ്റുകൾ മൈൻഡ് ചെയ്യേണ്ട നല്ലൊരു പരിപാടിയാണ്, ഓക്കെയാണ്. പക്ഷെ ഞാൻ അങ്ങനെയല്ല. എനിക്കൊരു ഇത് വന്നു കഴിഞ്ഞാൽ ഞാൻ അതിനെ മൈൻഡ് ചെയ്യുന്ന ഒരു രീതിയിലാണ്. ഇങ്ങോട്ട് എന്താണോ പറയുന്നത് അതിൻ്റെ ഡബിളായിട്ട് ഞാൻ തിരിച്ചു പറയാറുണ്ട്. പക്ഷേ ഈ വട്ടം ആ തരിപ്പൻ എന്നോട് അത്രയും തെറി പറഞ്ഞിട്ട് എൻ്റെ അമ്മയ്ക്ക് തെറി പറഞ്ഞിട്ട് ഞാനത് ചെയ്തിട്ടില്ല. കാരണം വേറൊന്നല്ല, ഇപ്പം അവൻ അവിടെ ഇരുന്ന് വരുന്നതുകൊണ്ട് എനിക്കൊന്നും സംഭവിച്ചിട്ടല്ല. ഇപ്പം നിങ്ങളുടെയാണ് അങ്ങനെ വിളിക്കുന്നെങ്കിൽ നിങ്ങളാണെങ്കിലും പ്രതികരിക്കും, സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. പിന്നെ എവിടേക്കും ഏത് ആകാശത്തിരിക്കുന്ന സാധനത്തെ ഏണി വെച്ച് കയറുന്ന നമ്മുടെ ജുവൽ ചേച്ചി, അങ്ങനെ കുറച്ച് പേര് ഈ ജുവൽ ചേച്ചിനെ ഈ തരിപ്പിനെ കൂടി നമുക്ക് ഒരുമിച്ച് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല നൈസായിരിക്കും. അവർക്ക് നല്ലൊരു ലൈഫ് കിട്ടും. ഫിസിക്കലി ആയിരിക്കും ലൈഫ് കൂടുതൽ കിട്ടണേ. പിന്നെ വായുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർക്ക് തെറി പറഞ്ഞിട്ട് ആസ്വദിക്കാം. അപ്പോൾ ജുവൽ ചേച്ചി ഇപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അവരാരും ഈ സ്വഭാവം കേട്ടിട്ട് ഇനി വരുന്നു തോന്നുന്നില്ല. പിച്ചക്കാർ പോലും വരില്ല. കാരണം നിങ്ങളുടെ പേര് മാത്രമേ ജുവൽ എന്നുള്ളൂ. നിങ്ങൾ മൊത്തം കരിക്കട്ടെ ആയിരിക്കാം, എന്തായിരിക്കും അറിയില്ല, എന്താണെന്ന് എനിക്കറിയില്ല. അപ്പം ഈ തരിപ്പിനും ജുവൽ ചേച്ചിയും കൂടി ഒന്ന് സിങ്ക് ആവുക, നിങ്ങൾ സെറ്റ് ആവുക, ഫുൾ സെറ്റ് ആവുക ഭയങ്കര രീതിയിൽ, ശാരീരികമായിട്ടും മാനസികമായിട്ടും നാവ് കൊണ്ടും വായ കൊണ്ടും തല കൊണ്ടും എല്ലാം കൊണ്ടും നിങ്ങൾ ഭയങ്കരമായിട്ടും കൂടെ സംഗമിക്കും. ഓക്കെ, എന്നിട്ട് അതിലെന്തെങ്കിലും ഒരു കൈപ്പുണ്യ കാര്യങ്ങൾ എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അത് താഴെ അറിയിക്കും കേട്ടോ. സഭ്യമായ ഭാഷയിൽ അറിയിക്കും, അച്ഛനമ്മയ്ക്കും വിളിച്ചിട്ടല്ല. അങ്ങനെ പറയുമ്പോൾ റിപ്പോർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് താല്പര്യമുള്ളവരാരെങ്കിലും ചെല്ലാട്ടോ, ജുവൽ ചേച്ചിയുടെ അടുത്ത് ചെല്ല. ജുവൽ ചേച്ചി അത്യന്തികം മാരകമായ അബ്ബാസിൻ്റെ കൃമികീടം ഹാർപ്പിക്കൊക്കെ അടിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ഇരിക്കുന്നത്. എല്ലാവരും ജുവൽ ചേച്ചിനെ രക്ഷിക്കുക, സംരക്ഷിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഞാനീ പറയുന്നത് 55 മണിക്കൂർ ആ വ്യക്തി തിരിച്ചു വരാം, അവരെ ഏതെങ്കിലും തരത്തിലുള്ള കോൺടാക്ട് വരാമെന്നാണ്. 100% റെസനേറ്റ് ആകുന്നവർ മാത്രം താഴെ കമൻ്റ് അടിക്കുക. ഇതൊരിക്കലും നിങ്ങളുടെ റീഡിംഗ് അല്ല. ചിലപ്പോൾ മേ ബി നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് ഓക്കെ ആകുന്നുണ്ടാകാം. ടൈംലെസ് ആണ്, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കാണാം. ആ സമയത്ത് ഈ സാഹചര്യങ്ങളായിട്ട് ഓക്കെ ആവുന്നോ നോക്കാം. എങ്കിലും ഞാൻ വീണ്ടും എടുത്ത് പറയുന്നു, ഇത് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ എനർജി അല്ല. താല്പര്യമുള്ളവർ മാത്രം കാണാം. സമയം പോയി എന്ന് പറഞ്ഞിട്ട് താഴെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കാതിരിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് തികച്ചും ഫ്രീ ആയിട്ടുള്ള സ്ഥലത്തിരിക്കുക. നല്ലപോലെ ബ്രീത്ത് ഇൻ ചെയ്യുക, ബ്രീത്ത് ഔട്ട് ചെയ്യുക. നിങ്ങളുടെ വ്യക്തിയുടെ പേരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. നല്ല രീതിയിൽ ആ വ്യക്തിയുടെ എനർജി കൊണ്ടുവരാൻ ശ്രമിക്കുക. അതിനിടയ്ക്ക് മറ്റു ജോലികളിലൊന്നും ഏർപ്പെടാതെ മുഴുവനായിട്ട് ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ വേണ്ടി ശ്രമിക്കുക. സ്റ്റാർട്ടിങ് പരസ്യം വരെ മൊത്തത്തിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓൺ ആക്കിയിട്ട് ഒരു സ്വപ്നത്തിൽ എന്ന പോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ മുഴുവനായിട്ട് ആലോചിക്കുക. നിങ്ങളെ കണ്ടുമുട്ടിയ നാൾ മുതൽ തുടങ്ങിയുള്ള എല്ലാ കാര്യങ്ങളും. വേണമെങ്കിൽ വീഡിയോ ഒന്ന് പോസ് ചെയ്യാം. ഇപ്പം ഞാൻ കുറച്ച് കാർഡുകൾ ഷഫിൾ ചെയ്യാൻ പോവാണ്. അപ്പോൾ ആ ഷഫിൾ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് അതിൻ്റെ ഷഫിൾ ചെയ്യുന്നതിൻ്റെ ശബ്ദവും കാര്യങ്ങളെല്ലാം കേട്ടിട്ട് നല്ല രീതിയിൽ കണ്ണടച്ചിരുന്നിട്ട് ബ്രീത്ത് ഇന്നും ബ്രീത്ത് ഔട്ടൊക്കെ ചെയ്ത വ്യക്തിയെ പറ്റി ചിന്തിക്കാം. നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ ഈ റിലേഷൻഷിപ്പിൽ സംഭവിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും ചിന്തിച്ചിട്ട് നല്ല രീതിയിൽ ആ വ്യക്തിയുടെ എനർജി കൊണ്ടുവന്നതിന് ശേഷം മാത്രം വീഡിയോ മുന്നോട്ട് കാണാം. റെസനേറ്റ് ആകുന്നുണ്ടോ എന്ന് നോക്കാം. പ്രതീക്ഷയോടുകൂടി തന്നെ, വിശ്വാസത്തോടുകൂടി തന്നെ 55 മണിക്കൂർ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. 100% അല്ല പറയുന്നത്, നോക്കാവുന്നതാണ്. നിങ്ങളുടെ എനർജി എന്താണ്, എങ്ങനെയാണ് എന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ ആ എനർജി കൊണ്ടുവന്നിട്ടാണെങ്കിൽ ഇത് കുറേ പേർക്ക് വർക്ക് ആവേണ്ടതാണ്. ഓക്കെ, അങ്ങനെ തീർച്ചയായിട്ടും വർക്ക് ആവുന്നവരാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ കാർഡ് ഷഫിൾ ചെയ്യാം. വേണമെങ്കിൽ പോസ് അടിച്ച് വയ്ക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ശബ്ദം കേട്ടിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്തുകൊണ്ടിരിക്കാം. ഓക്കെ,
നല്ല രീതിയിൽ ആ വ്യക്തിനെ ചിന്തിച്ചുകൊണ്ടൊക്കെ ഇരിക്കുക കേട്ടോ. നല്ല രീതിയിൽ കറക്റ്റായിട്ടുള്ള എനർജി കിട്ടണേന്നൊക്കെ പ്രാർത്ഥിക്കാം. നമ്മൾ 13 കാർഡ് എടുത്തിട്ടുണ്ട്. ആ 13 കാർഡിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ എന്താണെന്നാണ് പറയുന്നത്. ആദ്യം തന്നെ ഞാൻ പറയുന്നത്, നിങ്ങൾ ആ മനസ്സിലുദ്ദേശിക്കുന്ന വ്യക്തിയുടെയോ നിങ്ങളുടെ ലൈഫിലെയോ എന്തെങ്കിലും ഒരു ഈ പറയുന്ന നമ്പേഴ്സ്, ചിലപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് ആകാം, നിങ്ങൾ കണ്ടുമുട്ടിയതാകാം, നിങ്ങൾ പിരിഞ്ഞതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുമുട്ടാൻ പോകുന്ന ദിവസങ്ങളായിരിക്കാം. അത്തരം കുറച്ച് നമ്പേഴ്സ് വരുന്നുണ്ട്. ആ നമ്പേഴ്സുകളെ ഞാൻ എടുത്തു പറയാം. അത് നിങ്ങളുടേതായിട്ട് റെസനേറ്റ് ആവുന്നുണ്ട് നോക്കാം. 7 എന്ന് പറഞ്ഞൊരു നമ്പർ 3 പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ സാഹചര്യങ്ങൾ 7, ഓക്കെ. ചിലപ്പോൾ നിങ്ങൾ പിരിഞ്ഞിട്ട് 7 ദിവസമായി ഉണ്ടാവാം, അല്ലെങ്കിൽ 7 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ കണ്ടുമുട്ടാം, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുമുട്ടിയ ദിവസമായിരിക്കാം, ബർത്ത്ഡേ ആയിരിക്കാം, അങ്ങനെ എന്തോ ആവാം കേട്ടോ. അപ്പം 7 എന്ന് പറയുന്നൊരിത്, 5 എന്ന് പറഞ്ഞൊരു നമ്പർ വരുന്നുണ്ട്, 1 എന്ന് പറഞ്ഞൊരു നമ്പർ വരുന്നുണ്ട്, 21, അതേപോലെ തന്നെ 9 2 ടൈംസ് വന്നിട്ടുണ്ട്, 7 3 അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ നമ്പേഴ്സ് എല്ലാം നിങ്ങളുടെ ഇതായിട്ട് റെസനേറ്റ് ആവുന്നുണ്ടോ നോക്കാം. പിന്നെ ഇതിൽ ഫയർ സൈൻ ഉണ്ടാകാം, എർത്ത് സൈൻ ഉണ്ടാകാം. എർത്തും ഫയറും ആണ് കൂടുതൽ, വാട്ടർ, എയർ, പിന്നെ അത്യാവശ്യം എല്ലാ സയൻസും ഇതിൽ വന്നിട്ടുണ്ട്. പിന്നെ വിർഗോ, ലിബ്ര, സ്കോർപിയോ, ലിബ്ര, സാജിറ്റേരിയസ്, പിന്നെ വിർഗോ, ലിയോ, സ്കോർപിയോ, വിർഗോ, സ്കോർപിയോ, ടോറസ്, ലിയോ, വിർഗോ ലിയോ ഒക്കെയാണ് കൂടുതൽ വരുന്നത്. അപ്പോൾ ഇത്തരം ഇത് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ നിങ്ങളുടെ ആ വ്യക്തിയുടെയോ സോഡിയക് സൈൻ ആണോ അത് നോക്കാം. ബാക്കി സൈൻസ് എല്ലാം വന്നിട്ടുണ്ട്, വാട്ടറും ഫയറും എയറും എല്ലാം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ഈ കാർഡുകളിൽ വരുന്ന എനർജി എന്താണെന്ന് പറയുന്നത്. അപ്പോൾ ആ എനർജി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റെസനേറ്റ് ആകുന്നുണ്ടോ. പലരും കാണുന്നവർ പല ടൈപ്പിലാണ്. എനിക്ക് എല്ലാവരുടെയും ഇങ്ങനെ ഗണിച്ചെടുത്ത് പറയാൻ പറ്റില്ല. ഞാൻ ജസ്റ്റ് ആ കാർഡ് ഷഫിൾ ചെയ്യുന്നതിൽ അതിലെന്താണ് വരുന്നത്, അതിൽ യെസ് ആയിരിക്കും, നോ ആയിരിക്കും എന്ന രീതിയിലാണ് നമ്മൾ പറയുന്നത്. ഇതിൽ യെസ് റിവേഴ്സ് കാർഡ് വന്നാലും എങ്ങനെ വന്നാലും ആ കാർഡ് അതേപോലെ എടുത്ത് അതിൻ്റെ എനർജി മാത്രമാണ് കേട്ടോ പറയുന്നത്. ഓക്കെ. ഈ ഒരു സമയത്ത് ഒരുപാട് ചലഞ്ചസ് ഈ റിലേഷൻഷിപ്പിലുള്ളതായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞു, നമ്മളെല്ലാ വീഡിയോസിലും പലരും നമ്മളോട് പറയേണ്ട എല്ലാ വീഡിയോസിലും എന്തിനാണ് ഇങ്ങനെ പറയുന്നതെന്ന്. കാരണം എൻ്റെ വീഡിയോസ് കാണുന്നത് പുതിയ ആൾക്കാരുണ്ടാകാം. നിങ്ങൾക്കൊരു പക്ഷേ അറിയായിരിക്കാം ഇത് ടൈംലെസ് ആണ് എന്ന്. സ്ഥിരം സബ്സ്ക്രൈബേഴ്സിന് അറിയായിരിക്കാം, പക്ഷെ ഇത് സ്ഥിരം കാണുന്നവരല്ല എൻ്റെ കൂടുതൽ കാണുന്നത്. പുതിയ ആളുകളിലേക്ക് എത്തുമ്പോൾ ഇത് എന്താണ് എന്ന് പോലും അറിയാതിരിക്കുന്നവരുണ്ട്. അപ്പോൾ അവരോട് അത് നമ്മൾ ഉദ്ദേശിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ ഇത് പറയേണ്ടത് എൻ്റെ ബാധ്യതയാണ്. അതുകൊണ്ട് എല്ലാ വീഡിയോസിലും നമ്മൾ ഇത്തരത്തിൽ പറയും. കാരണം നിങ്ങളെ പ്രതി നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ഇത് ആരൊക്കെയാണ് കാണുന്നത് എന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിൽ പറയുന്നത്. അപ്പോൾ താല്പര്യമില്ലാത്തവരാണെങ്കിൽ കാണണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ഒട്ടും ക്ഷമയില്ലാത്തവരാണെങ്കിൽ ഫാസ്റ്റ് അടിച്ച് കാണുക. ഇനി ഇത് കാണണ്ടെന്നുള്ളവരാണെങ്കിൽ കാണണ്ട. ഓക്കെ. പഴി എൻ്റെ ദേഹത്ത് ചാരാതിരിക്കുക. എൻ്റെ വീഡിയോസ് ഇങ്ങനെയാണെന്ന് ഞാൻ എപ്പോഴും പറഞ്ഞിട്ട് പിന്നെ നിങ്ങളത് കാണാതിരിക്കുമ്പോൾ നിങ്ങൾ ആ ഒരു മൈൻഡ് സെറ്റിലായിരിക്കണം ഇരിക്കേണ്ടത്. ഒരു അവാർഡ് സിനിമയാണ് നിങ്ങൾ കാണാൻ പോകുന്നത് എന്നറിയുകയാണെങ്കിൽ അതിൻ്റെതായ രീതിയിൽ പോകുക. അറിഞ്ഞിട്ടാണല്ലോ പോകുന്നത്. ഓക്കെ. വിഷയാനി ഇങ്ങനെ കുറേ കാര്യങ്ങൾ സംസാരിക്കും. അതാ ഞാൻ പറഞ്ഞേ, എൻ്റെ ഈ സംസാരം ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഒരു സമയത്തൊരു ചലഞ്ചിങ് സിറ്റുവേഷൻ, നോ കോണ്ടാക്ട്, തേർഡ് പാർട്ടി സിറ്റുവേഷൻസ്, ബ്ലാക്ക് മാജിക് ഒക്കെ ഉണ്ടാകാം. ഇതെങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നറിയാൻ പറ്റാത്തൊരു സാഹചര്യങ്ങളായിരിക്കാം. വല്ലാത്ത സാഹചര്യങ്ങളിൽ കൂടെ പോകുന്നവരായിരിക്കാം. ഏജ് ഡിഫറൻസ് ഉണ്ടാകാം. അതേപോലെ തന്നെ ജാതി, മതം, ട്രസ്റ്റ് ഇഷ്യൂ, കുറേ കാര്യങ്ങൾ മറച്ചു വെച്ചിട്ട് അതിനെ തുടർന്നുണ്ടായതല്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ബന്ധത്തിലുണ്ടാകാം. ഒരുപാട് ചലഞ്ചസ്, മത്സരങ്ങൾ ഒക്കെ ഉണ്ടാവുന്ന ഒരു സമയമായിരിക്കാം. അപ്പോൾ ഈ സമയത്ത് എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ ആ കൺട്രോള് നിയന്ത്രണം നിലനിർത്തുക എന്നൊരു രീതിയിലേക്ക് ആയിരിക്കും അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് അവർ തീർച്ചയായും അവർക്ക് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നറിയുന്നില്ല. ഒരു ധാരണയില്ലാതെ, അല്ലെങ്കിൽ അവർക്ക് എതിരെ വരുന്ന പ്രശ്നങ്ങളെ അവരത് ഫോഴ്സ് ചെയ്ത് തടഞ്ഞു നിർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അവർക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നുണ്ടാവില്ല. ചിലപ്പോൾ ഫാമിലി വേണോ, നിങ്ങൾ വേണോ എന്നൊരു തീരുമാനത്തിലോട്ട് അവർക്ക് എത്താനും സാധിക്കുന്നില്ല. പക്ഷെ നിങ്ങളെ വിട്ടുകളയാനും പറ്റുന്നില്ല എന്നൊരു എനർജി ആയിരിക്കാം. ഓക്കെ.
നെക്സ്റ്റ് അവരൊരു മത്സരങ്ങൾ വൈരുദ്ധ്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത്. കാരണം അവർ നിങ്ങളുടെ വ്യത്യാസങ്ങളെ ബഹുമാനിക്കുന്നു. കാരണം നിങ്ങൾക്കിടയിൽ എങ്ങനെയാണ് ചിലപ്പോൾ വിവാഹേതര ബന്ധമായിരിക്കാം. ഇതിനിടയിലുള്ള തേർഡ് പാർട്ടി എന്താണ് ഇഷ്യൂസ്, ചിലപ്പോൾ അച്ഛനാണോ അമ്മയാണോ ജാതിയാണോ കൊടുത്ത വാക്കുകളാണോ, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവാം. അപ്പോൾ അവർ അതിനെല്ലാം മനസ്സിലാക്കിയിട്ട് അവർ അതിനെ പ്രതിരോധിച്ച് കുറച്ചുപേര് പ്രതിരോധിച്ച് നിൽക്കുന്നു, കുറച്ചുപേര് ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ്. കാരണം പണ്ടും ഓക്കെ പറഞ്ഞ എല്ലാം ഈ സമയത്ത് നോട്ട് ഓക്കെ ആയിരിക്കാം. ഓക്കെ, ആ ഒരു പാതയിൽ നിന്ന് അവർ വഴി മാറുന്നതായിട്ട്, അല്ലെങ്കിൽ ഓക്കെ ഇതിൽ നിന്ന് മാറി സഞ്ചരിച്ച് നമുക്കൊരു പ്രശ്നത്തിനെ ഒഴിവാക്കാം എന്ന് ചിന്തിച്ചിട്ടുള്ള ആൾക്കാരും ഉണ്ടാകാം. തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നല്ല കംഫർട്ടായിരിക്കാം. എന്താ പറയുക, ഇമോഷണലി നിങ്ങൾ ഒരുപാട് സ്റ്റേബിൾ ആക്കിയിട്ടുണ്ടാകാം. ഈ വ്യക്തി ഒരുപാട് കെയർ ചെയ്യുന്നുണ്ടാകാം, ഒരുപാട് ഹീലിങ്സ് തരുന്നുണ്ടാകാം. തീർത്തും എന്താ പറയുക, വളരെയധികം നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ അടിപൊളിയായിട്ട് നല്ല ഹാപ്പി ആയിട്ടായിരിക്കും പോയിക്കൊണ്ടിരുന്നത്. അതിനുശേഷമായിരിക്കും ചിലപ്പോൾ ഇത്ര ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ എന്ത് തന്നെയാണെങ്കിലും ഇതിലൊരു റീയൂണിയൻ നടക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഈ പറയുന്ന പോലെ തന്നെ കെയറിങ്ങും ഹീലിങ്ങും കാര്യങ്ങളും ഇതെല്ലാം തന്നെ ഒരു കംഫർട്ട് സോൺ തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ കുറച്ച് സിറ്റുവേഷനുകൾ നിങ്ങൾക്ക് എതിരായിട്ട് വരുന്നതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് പരസ്പരം കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരിക്കാം, വല്ലാത്തൊരവസ്ഥയായിരിക്കാം. ഓക്കെ, പക്ഷെ ഇപ്പൊ എന്തൊരു സാഹചര്യം ആണെങ്കിൽ തന്നെ താമസിക്കാതെ തന്നെ ഇതിലോട്ടൊരു വ്യത്യാസം, ഒരു സെക്യൂരിറ്റി, എന്താ പറയുക, ഒരു പ്രോസ്പെരിറ്റി ഇപ്പൊ ഈ ഉണ്ടായിട്ടുള്ള ഏതൊരു കണ്ടീഷൻ ആണെങ്കിലും പ്രസന്റ് സിറ്റുവേഷനിൽ നിന്നൊക്കെ മാറി ഒരുപാട് വ്യത്യാസങ്ങൾ ഈ ബന്ധത്തിന് നല്ല രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് നയിക്കാൻ സാധിക്കുന്നതൊക്കെയായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ കൂടുതൽ പേർക്കും ഇത് നല്ലൊരു വിശ്വാസത്തോടുകൂടി കാണുമ്പോൾ നിങ്ങൾക്ക് റൈറ്റ് ടൈമാണ്, നിങ്ങളുടെ എനർജി ഓക്കെയാണ്, ആ വ്യക്തിയുടെ എനർജി ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് അത്തരത്തിലെല്ലാം സംഭവിക്കുന്നുണ്ട്. ഈ വ്യക്തി വഴിയായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധം വഴിയായിരിക്കാം നിങ്ങൾക്ക് ഒരു ബിസിനസ് സംഭവിക്കുന്നു, ഒരു വെൽത്ത്, ഒരുപാട് സാമ്പത്തികം ഉണ്ടാകുന്നു, സെക്യൂരിറ്റിയും ഡിസിപ്ലിനും എന്താ പറയുക സമൃദ്ധിയും പ്രോസ്പെരിറ്റിയും എല്ലാം തന്നെ വരുന്ന ഒരു സമയം എന്നാണ് പറയുന്നത്. അപ്പം എല്ലാവരും നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് അതിനെടുക്കാം. പിന്നെ ഈ ഒരു സമയത്ത് അവർക്കൊരു, ഞാൻ പറഞ്ഞല്ലോ, ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. അവർക്കൊന്നും കൂടി ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കറക്റ്റ് ആയിട്ടുള്ള തീരുമാനത്തിലേക്ക് എത്തണം. അവരുടെ ഇപ്പോഴത്തെ എന്താ പറയുക ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ വേണം. നിങ്ങൾക്കിടയിലുള്ള ഇഷ്യൂസ് എന്താണോ അതിനെ പറഞ്ഞ് അവസാനിപ്പിക്കണം എന്നൊക്കെ അവർ ചിന്തിക്കുന്നതായിട്ട് മനസ്സിലാകുന്നുണ്ട്. പണ്ട് ഈ സമയത്ത് അവർക്കൊരു വ്യക്തമായ ഒരു മറുപടി എടുക്കാൻ സാധിച്ചില്ല എന്നായിരുന്നു എങ്കിൽ ഈ ഒരു സമയത്ത് അവർ ക്ലിയർ മൈൻഡഡ് ആയിട്ട് അവർ ആ ദിശയെ കണക്കാക്കി എന്താണ് ഇതിനോട്ട് വേണ്ടത് എന്നൊക്കെ അവർ മനസ്സിലാക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളെ പറഞ്ഞു തീർക്കാൻ, അല്ലെങ്കിൽ എൻ്റെ ഭാഗത്തായിരുന്നു ആ തെറ്റ്, ഓക്കെ അതിന് ഞാൻ അങ്ങനെ തരത്തിൽ പറഞ്ഞു തീർക്കണം, അല്ലെങ്കിൽ അവരുടെ ഭാഗത്താണ്. അപ്പോൾ നിങ്ങൾ തമ്മിലൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിൽ വന്നിട്ട് പണ്ടത്തേനേക്കാളും കാര്യങ്ങളെല്ലാം ഒന്നുകൂടി ക്ലിയർ ആയി കഴിഞ്ഞിട്ട് കറക്റ്റായിട്ട് ഒരു വഴിയിലോട്ട് നിങ്ങൾക്ക് വരാനും ഈ ബന്ധത്തിനെ നിലനിർത്തി കൊണ്ടുപോകാനും കുറേ പേർക്കൊക്കെ സാധിക്കുന്നുണ്ട്. കുറച്ച് പേരൊക്കെ ഇപ്പോഴും ഞാൻ എന്താ പറയുക, ഇപ്പം നിങ്ങളൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിൽ പിരിഞ്ഞു പോയതാണെങ്കിലും ആ വ്യക്തി നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് പോയതാണെങ്കിലും ചില വ്യക്തികളൊക്കെ എന്താ പറയുക തീർത്തും ആ വ്യക്തി നിങ്ങളെ എവിടെയാണ് ഉപേക്ഷിച്ചിട്ട് പോയത് അതേ സ്ഥലത്ത് തന്നെ ഇരിക്കുകയാണ്, മൂഡ്ലെസ് ആയിട്ടിരിക്കുകയാണ്, തീർത്തും ഡിസപ്പോയിൻമെൻ്റ് ആണ്. എന്താ പറയുക ഒരുപാട് സ്വപ്നങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു അതിൽ നിന്ന് പുറത്തോട്ട് വരണം എന്നാണ് ഞാൻ പറയുന്നത്. അതിൽ തന്നെ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ചിലപ്പോൾ ഓപ്പോസിറ്റുള്ള വ്യക്തി നിങ്ങൾ എന്നേക്കായിട്ട് വിട്ടുപോയി, അല്ലെങ്കിൽ മറ്റൊരു വിവാദത്തിലോട്ട് പോയി നിങ്ങളെ ചതിക്കുകയായിരുന്നു എന്നൊക്കെ നിങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നീടും ആ വ്യക്തിയുടെ ഓർമ്മകളൊക്കെ ആയിട്ട് ഇരിക്കുന്നത് വളരെയധികം മോശമാണ്. മോശം എന്ന് പറയുകയാണെങ്കിൽ എനിക്കല്ല മോശം, നിങ്ങൾക്കാണ് മോശം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തി നിങ്ങളങ്ങനെ അത്തരത്തിൽ നിങ്ങൾ ചീറ്റ് ചെയ്ത് പോയിപ്പിക്കാൻ തളരാൻ മാത്രമുള്ള വ്യക്തികളല്ല നിങ്ങൾ. ആ വ്യക്തി അവർക്ക് നിങ്ങൾ എന്താ പറയുക അവർക്ക് നിങ്ങളെ ഒട്ടും അർഹമല്ല എന്ന് തന്നെ വിചാരിക്കണം. കാരണം ഇവര് മാത്രം, ഇവനോ ഇവളോ അവരെന്നെ തേച്ചിട്ട് പോയി, ഓക്കെ അത് എന്തുകൊണ്ടായിരുന്നു, നമ്മുടെ പിടിപ്പുകേട് കൊണ്ടാണ് അവരെങ്ങനെ പോയത്. നിങ്ങൾ പൊട്ടനായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ പൊട്ടിയായിരുന്നു, അതുകൊണ്ടാണല്ലോ നിങ്ങളെ ചതിച്ചിട്ട് അവർക്ക് വരാൻ പറ്റിയത്. അപ്പൊ ഇനി സംഭവിച്ചു, ഇനി ആർക്കും അങ്ങനെ നിന്ന് കൊടുക്കാതിരിക്കുക. അവര് ചതിച്ചു എന്നല്ല പറയണ്ടേ, ഞാൻ എപ്പോഴും പറയണ്ട അവരെന്നെ ചതിച്ച് തേച്ചിട്ട് പോയി എന്നല്ല പറയണ്ടേ, ഞാൻ തേക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിന്ന് കൊടുത്തു, അത് നിങ്ങളുടെ തെറ്റല്ലേ. ആ തെറ്റിനെ എങ്ങനെയാണ് മറ്റൊരാളിലേക്ക് ഏൽപ്പിക്കുന്നത്? ഇനി അങ്ങനെ സംഭവിക്കരുത്. ഇനി മറ്റൊരാൾക്ക് വേണ്ടി, എന്നെ വേണ്ടാത്ത ഒരു വ്യക്തിക്ക് വേണ്ടി ഞാൻ കരയില്ലെന്നൊരു തീരുമാനം നിങ്ങൾ എടുക്കുന്നിടത്താണ് നിങ്ങളുടെ ഒരു വിജയം വരുന്നത്. അത്തരത്തിൽ പോകാം. കാരണം നിങ്ങളിവിടെ കരഞ്ഞിരിക്കുമ്പോൾ ആ വ്യക്തിക്ക് ഒരു കുഴപ്പമില്ല, ആ വ്യക്തി അവിടെ അടിച്ചു പൊളിച്ച് നടക്കുന്നു. നിങ്ങളിവിടെ മെന്റലി ഹെൽത്ത് എല്ലാ കാര്യം ടോട്ടലി നിങ്ങൾ ആകെപ്പാടെ പോവാ, കരിയറോ ജോബോ ഒരു കാര്യം ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, വല്ലാത്തൊരവസ്ഥയിൽ നിങ്ങളെ തള്ളിയിട്ടിട്ട് ആ വ്യക്തി പോവാണ്. നിങ്ങൾ എന്തിനങ്ങനെ ഇരിക്കണം? മറ്റൊരാൾക്ക് വേണ്ടി, നിങ്ങളെ വേണ്ടാത്തൊരു വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്തിനവിടെ കരഞ്ഞിരിക്കണം എന്ന് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് അവിടുന്ന് ഒരു സൊല്യൂഷൻ വരും കേട്ടോ. കൂടുതൽ പേർക്ക് ഞാൻ ഈ പറഞ്ഞല്ലോ വേൾഡ് കാർഡൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഒരു ഫുൾഫിൽമെന്റ്, ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുമിച്ച് ഒരു യാത്ര ചെയ്യാനുള്ള ഒരു ഭാഗ്യം,
അവർ ചിലപ്പോൾ വളരെ പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തുന്നതായിട്ടാണ് കാണുന്നത്. ലൈഫിലൊരു സെലിബ്രേഷൻ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ചിലപ്പോൾ അന്ന് സമ്മതിക്കാത്ത കാര്യങ്ങൾ ഒരു വിവാഹത്തിലോട്ടൊക്കെ എത്തുന്നതായിരിക്കാം. എന്ത് തന്നെയാണ് വളരെ ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. ഇതെല്ലാവർക്കും സംഭവിക്കുന്നു എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങളുടെ ആ വ്യക്തിയുടെ എനർജി തമ്മിൽ ഓക്കെ ആയിട്ട് യൂണിവേഴ്സിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ടൈം ആണെങ്കിൽ നിങ്ങൾക്കത് സംഭവിക്കുന്നു എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു വിശ്വാസത്തോടു കൂടി തന്നെ കാണാം. നിങ്ങൾക്ക് ലഭിക്കേണ്ടുന്ന ഒരു വസ്തുവാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ലഭിക്കുന്നു എന്ന് മനസ്സിലാക്കുക. അല്ലെങ്കിൽ അത്തരം ഒരു സാഹചര്യം വരുന്നത് നമ്മുടെ ലൈഫ് കുറച്ച് കാര്യങ്ങൾ പഠിപ്പിക്കാനായിരിക്കാം. യൂണിവേഴ്സ് നമുക്ക് കുറച്ച് ചിന്താഗതികൾ തന്ന് നമ്മുടെ കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മളെ നെക്സ്റ്റ് ഒരു ലെവലിലോട്ട് ഉയർത്തുന്നതായിരിക്കും എന്ന് വിശ്വസിച്ചിട്ട് പോവാം. ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും എന്താ പറയുക, അവരൊരു അവസാന നിലപാടെടുക്കുന്നുണ്ട്. എന്താണ് വേണ്ടത്, ഏതാ വേണ്ടത് എന്നൊക്കെ ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു കറേജ്, ധൈര്യം അവർ ഈ സമയത്ത് ഉണ്ടാകുന്നുണ്ട്. തീർച്ചയായും അവർ ഇതുവരെ ചിലപ്പോൾ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ വളരെ താമസിക്കാതെ തന്നെ നിങ്ങളിലേക്ക് ഒരു തീരുമാനമായിട്ട് ആ വ്യക്തി വേണോ വേണ്ടോ എന്നുള്ളൊരു കറക്റ്റ് ആയിട്ടുള്ള കാര്യം പറയുന്നതായിരിക്കാം. നിങ്ങൾ ഈ വ്യക്തിനെ പറ്റി ലഭിക്കണമെന്ന് പറഞ്ഞ് മാനിഫെസ്റ്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ആ വ്യക്തി ചെയ്യുന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഒരു മാനിഫെസ്റ്റേഷനൊക്കെ വർക്കാവുന്ന ഒരു സമയമാണെന്ന് പറയാം. അത് ചിലപ്പോൾ നിങ്ങൾ എന്താ പറയുക, കരിയറിനൊക്കെ നല്ലൊരു സമയമാണെന്ന് പറയാം. കരിയർ, ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്, അത്തരം കാര്യങ്ങളെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വർക്കാവുന്നതാണ്. ഒരുപാട് സമൃദ്ധി എല്ലാം നിങ്ങളിലേക്ക് വരുന്നതാണ് ആ വ്യക്തി തിരിച്ചു വരുമ്പോഴായിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള നല്ലൊരു സമയം തന്നെയാണെന്ന് പറയാം. ഒരു അലൈൻമെൻറ്റിലോട്ട് നിങ്ങൾക്ക് എത്താൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ പരസ്പരം വില തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. ആ വ്യക്തിയുടെ വില എന്താണെന്ന് നിങ്ങളും നിങ്ങളുടെ വില എന്താണെന്ന് ആ വ്യക്തിയും തിരിച്ചറിഞ്ഞിട്ട് ഈ റിലേഷൻഷിപ്പിൽ നല്ലൊരു ഇത് വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ എന്താണ് പർപ്പസ്, നിങ്ങൾ കണ്ടുമുട്ടാനുള്ള ഒരു പർപ്പസ് എന്താണ് എന്ന് തന്നെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം. തീർച്ചയായും അതിനൊരു ഇലൂഷൻ പോലെ ആയിരിക്കും, ഒരു ഫാൻറ്റസി ആയിരിക്കാം. ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാകാം. എന്തിനാണ് ഞാൻ ഈ വ്യക്തിനെ കണ്ടുമുട്ടിയത് എന്നൊക്കെ. തീർച്ചയായിട്ടും എല്ലാത്തിനും ഒരു കാരണം ഉണ്ടാവും, ഒരു പർപ്പസ് ഉണ്ടാകാം. ഒരു കാരണം നിങ്ങൾക്ക് വളരെ വൈകാതെ തന്നെ മനസ്സിലാകാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഇത്തരം ഒരു ബന്ധം നിങ്ങളെ സംഭവിച്ചത് കൊണ്ട് നിങ്ങളുടെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടാകാം. അറിഞ്ഞോ അറിയാതെയോ നമുക്കത് ചിലപ്പോൾ ഇപ്പോൾ മനസ്സിലാവില്ല. നമ്മൾ ഇനി മുന്നോട്ട് പോകും തോറും നമ്മൾ തന്നെ മനസ്സിലാക്കും, ഓക്കെ അന്ന് ആ വ്യക്തി അങ്ങനെ എന്നോട് ചെയ്തുകൊണ്ടാണ് എനിക്ക് ഇന്ന് ഈ സ്ഥാനത്ത് എത്താൻ പറ്റിയത്, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നൊക്കെ. എല്ലാത്തിനും ഒരു കാരണം ഉണ്ടാവും എന്നാണ് പറയാം. കുറച്ച് പേർക്കൊക്കെ ഇത് ആജീവനാന്തകാലം കൊണ്ടുപോകണം എന്ന് യാതൊരു താല്പര്യമില്ല. ചിലപ്പോൾ ശാരീരികമായിട്ടാകാം, ചിലപ്പോൾ മാനസികമായിട്ടാകാം. അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്, സാമ്പത്തികപരമായിട്ടാകാം, ഒരു കാര്യത്തിന് വേണ്ടി. അല്ലാതെ ഇത് ആജീവനാന്ത കാലം നിലനിർത്തി കൊണ്ടുപോകണമെന്ന് ഏതെങ്കിലും ഒരാൾക്ക് മാത്രമേ താല്പര്യം ഉണ്ടാവുള്ളൂ. മറ്റൊരാൾക്ക് ഒരുപാട് വ്യക്തികൾ ഉണ്ടാകാം. ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു പരിമിതി വെച്ചിട്ട് ഇത്രയും നാൾ ഓക്കെ അവരായിട്ട് ഒരു ശാരീരിക ബന്ധം കഴിഞ്ഞു പോവാം, ഓക്കെ ഇനി വേണ്ട, ഇനി പുതിയതിലേക്ക് പോവാം. അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് അവരെ ഞാൻ മാക്സിമം യൂസ് ചെയ്ത് കഴിഞ്ഞു, ഇനി അവരിൽ പിടിയാൻ കാശൊന്നുമില്ല, അപ്പം ഇനി ഇവിടുന്ന് മാറിപ്പോകാം എന്ന് വിചാരിക്കുന്ന വ്യക്തികളൊക്കെ ഉണ്ടാകാം. എല്ലാവരും അല്ല, കുറച്ച് പേര്. പണ്ട് അട്രാക്ഷൻ ആയിരുന്നെങ്കിൽ ഇപ്പം അട്രാക്ഷൻ ഒട്ടും ഇല്ല എന്ന് തന്നെ പറയാം. പിന്നെ നിങ്ങൾ ഈ സമയത്ത് എന്താ പറയാ, തീർത്തും ഒട്ടും ഓക്കെ അല്ല. ഈ ഒരു സമയത്ത് നിങ്ങളായിരിക്കാം കൂടുതലും. നിങ്ങളുടെ വിലയെ മനസ്സിലാക്കാനാണ് ഈ സമയത്ത് പറയുന്നത്. നിങ്ങളുടെ വില മനസ്സിലാക്കി മുന്നോട്ട് പോവുക. നമ്മളെ വേണ്ടാത്തവരെ നമുക്കും വേണ്ട എന്നൊരു തീരുമാനത്തിലോട്ട് എത്താം. നിങ്ങളുടെ ജോലിയും കാര്യങ്ങളായിട്ട് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പോവുക. നമ്മളിലേക്ക് വരാനുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആ സമയമാകുമ്പോൾ അത് വന്നോളും എന്ന് വിശ്വസിക്കാം. കാരണം ഇപ്പം നിങ്ങളൊരു എന്താ പറയുക, ഒരു ലീഡറിന്റെ പവറോട് കൂടി തന്നെ എല്ലാ വെല്ലുവിളികളെയും മറികടന്നിട്ട് നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ എല്ലാ ചലഞ്ചസിനെയും, ഇതിപ്പോൾ വ്യക്തി ആയിക്കോട്ടെ, സാഹചര്യം ആയിക്കോട്ടെ, എന്താണെങ്കിലും ഇതിനെല്ലാത്തിനും ഓവർകം ചെയ്തിട്ട് ഒന്നുകൂടി ഒരു മെച്യൂരിറ്റിയോട് കൂടി തന്നെ ഈ ലൈഫിനെ നോക്കി കണ്ടിട്ട് നിങ്ങളുടെ കരിയറിലേക്കൊക്കെ ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ കുടുങ്ങി കിടക്കുന്നവരുണ്ടെങ്കിൽ അവിടെ തന്നെ കിടക്കാതെ മുന്നോട്ട് പോവാം. ഇത്രയാണ് നമ്മളൊരു 13 കാർഡ് എടുത്തപ്പോൾ ഈ 13 കാർഡിൻ്റെ എനർജി വന്നത്. ഇത് മേ ബി നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റെസനേറ്റ് ആകുന്നുണ്ടാകാം, ചിലപ്പോൾ ആകുന്നുണ്ടാകില്ല. എന്ത് തന്നെയാണെങ്കിലും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് അത്തരം ഒരു റിസൾട്ട് കിട്ടുന്നെങ്കിൽ, ഒരിക്കലും 100% റിസൾട്ട് ഞാൻ പറയുന്നില്ല, അത് നിങ്ങളുടെ എനർജിയാണ്. നിങ്ങളുടെ എനർജി എന്താണ് എന്ന് എനിക്കറിയാൻ പറ്റില്ല. മേ ബി ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുമ്പോഴാണെങ്കിൽ എനിക്കിത് വളരെ വ്യക്തമായിട്ട് പറയാൻ സാധിക്കും. ഇത്തരം കാര്യങ്ങളിൽ എനിക്ക് പറയാൻ പറ്റില്ല, കാരണം ജനറൽ റീഡിംഗ് ആണ്, ഞാൻ ആർക്കും വേണ്ടി ചെയ്യുന്ന വീഡിയോ അല്ല എന്ന് പറഞ്ഞു. മേ ബി നിങ്ങൾക്കിത് വർക്കാകാം. നിങ്ങളുടെ വ്യക്തി ഇത് കണ്ടു കഴിഞ്ഞാൽ 55 മണിക്കൂർ കഴിയുമ്പോൾ മേ ബി തിരിച്ചു വരാം എന്നാണ് പറയുന്നത്. മേ ബി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ. ഓക്കെ, അത് നിങ്ങൾ ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ കൊടുക്കുന്ന എനർജി നിങ്ങളുടെ എനർജീനെ അടിസ്ഥാനമാക്കിയിരിക്കും, ആ വ്യക്തിയുടെ എനർജീനെ അടിസ്ഥാനമാക്കിയിരിക്കും. അല്ലാതെ നമ്മളൊരു കടയിൽ നിന്ന് ഒരു സാധനം വാങ്ങി സ്വിച്ച് ഇട്ട പോലെ വരുന്ന വ്യക്തിയല്ല. ഈ വീഡിയോ കണ്ടു, ഞാനൊരു സ്വിച്ച് ഇടുമ്പോൾ ലൈറ്റ് കത്തുന്ന പോലെ വരുന്ന പരിപാടിയല്ല. അതിൽ നിങ്ങളുടെ എനർജിയാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അത്തരത്തിൽ ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ എനർജി മാക്സിമം എടുത്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നോക്കാം, നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നോ നോക്കാം. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്കത് കാണാം, എത്ര വട്ടം വേണമെങ്കിലും കാണാം. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. വേണമെങ്കിൽ കാണാതിരിക്കാം, അതും നിങ്ങളുടെ ഇഷ്ടമാണ്. ഓക്കെ, താല്പര്യമുള്ളവർ മാത്രം മുന്നോട്ട് പോവാം. പേഴ്സണൽ റീഡിംഗ് നമുക്ക് അവൈലബിൾ ആണെന്ന് പറഞ്ഞു.
നമ്മൾ നെഗറ്റീവും പറയും പോസിറ്റീവും പറയും. സന്തോഷിപ്പിക്കാനല്ല, നിങ്ങൾക്കൊരു സൊല്യൂഷൻ തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനങ്ങനെ ചിന്തിക്കാം. അപ്പോൾ ടൈംലെസ് ആണെന്ന് പറഞ്ഞു എപ്പോഴേലും കാണാം. അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം വിഷാനി.